മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ മന്ത്രിസഭാ അധികാരത്തിൽ വരാത്ത കാരണം നമ്മുടെ പാവപ്പെട്ട കുട്ടികളാണ് അനുഭവിക്കാൻ പോകുന്നത്. SSLC പരീക്ഷ എഴുതിയ കുട്ടികളാണ് ഇപ്പോൾ ശരിക്കും തൃശങ്കൂലായിരിക്കുന്നത്. കാരണം ഈ ആഴ്ച 15-ാം തീയതി മറ്റ് SSLC ഫലം പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പൂപ്പൻ കാവൽ മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അപ്പൂപ്പനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. ഏതായാലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ എങ്ങനെ പരീക്ഷാഫലം ആര് പ്രഖ്യാപിക്കുന്നു. പരീക്ഷാഫലം തയ്യാറാക്കാനൊക്കെ അവിടെ റെഡിയായിരിക്കും. പരീക്ഷാഫലം തയ്യാറായിട്ടുണ്ട്. ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. പക്ഷേ എന്താണ് പ്രശ്നം? ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കീഴ്വഴക്കം. ഒരു മന്ത്രി വന്നിരുന്നെങ്കിലേ ഈ ഫലപ്രഖ്യാപനം നടക്കത്തുള്ളൂ. അതങ്ങനെയാണ്. മാത്രമല്ല പണ്ട് വേറെ വിചിത്ര ആചാരം ഉണ്ടായിരുന്നു. ഈ റാങ്ക്, ഇന്ന് റാങ്ക് ഇല്ലല്ലോ. പണ്ട് റാങ്ക് നമ്മളെ പഠിക്കുമ്പോൾ റാങ്ക് കിട്ടുന്ന സമയത്ത് സസ്പെൻസാണ്. മന്ത്രി, ആ കൺസേൺഡ് വിദ്യാഭ്യാസ മന്ത്രി നേരെ ലഡു വാങ്ങിക്കൊണ്ട് ഈ റാങ്ക് കിട്ടിയതിൻ്റെ വീട്ടിൽ ചെന്ന് നീക്കും. അപ്പോൾ റാങ്ക് കിട്ടിയ കുട്ടി ഇറങ്ങി വരുമ്പോൾ അന്തം വിട്ടു. മന്ത്രി ഒന്ന് നീക്കുകയാണ്, ഇതാ നിനക്കാണോ ഒന്നാ റാങ്ക്, എന്നാ കൂടി ലഡു കൊടുക്കും. അല്ല, അന്നത്തെ കാര്യം ഇപ്പം എൻ്റെയൊക്കെ SSLC ഫലം അറിയുമ്പോഴേ നമ്മളൊക്കെ ഇതിന് മുമ്പേ അറിഞ്ഞു. ഫലം വരുന്നതിന് ഒരാഴ്ച മുമ്പേ അറിഞ്ഞു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്ന് നമുക്ക് തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്താൽ മതി. അവരവിടെ പോയി ചെന്ന് കണ്ടിട്ട് ഇതിൻ്റെ എല്ലാം മേടിച്ച്, അതുകൊണ്ട് നമ്മളൊക്കെ ഒരാഴ്ച മുമ്പേ SSLC ഫലം അറിഞ്ഞു റെഡിയായിട്ട് നിൽക്കുകയാണ്. എത്ര മാർക്കുണ്ട്, ഓരോന്നിൻ്റെ സബ്ജക്റ്റിൻ്റെ മാർക്ക് സഹിതം എഴുതി നമ്മുടെ കൈ കൊണ്ട് തരും. നമ്മൾ അങ്ങനെയാണ് SSLC ഫലവും PDC ഫലവും ഞാൻ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവർ ഇവിടെ വന്ന് നോക്കിയെടുത്തു. അങ്ങനെ വന്നെടുക്കുന്നുണ്ട്. പിന്നെ പാരലൽ കോളേജുകാർക്കായിരുന്നു അന്ന് ആദ്യം കിട്ടുന്നത്. നമ്മൾ പത്രത്തിലാണ് അന്ന് റിസൾട്ട് വരുന്നത്. അത് അന്നൊക്കെ വെളുപ്പാങ്കാലത്തെ പത്രം വരുന്നത് നോക്കിപ്പോയി നിന്ന് 6-6:30 ആകുമ്പം മനോരമയുടെ കെട്ട് വരുന്നു. ബസ്സിനാണ് വരുന്നത്. ഈ കെട്ട് വരുമ്പോൾ ഇതിനകത്തുനിന്ന് എടുക്കുമ്പോൾ ആദ്യമേ തന്നെ റിസൾട്ട്. അപ്പം നമ്മുടെ ജില്ലയിലെ ഇന്ന സ്കൂൾ ഓക്കെ നമ്മൾ നോക്കും, നമ്മുടെ രജിസ്റ്റർ നമ്പർ വെച്ച് നോക്കിയാണ് അത് അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് മുമ്പേ അവിടെ പോയി അത് അന്ന് ഭയങ്കര കോടികളുടെ ലക്ഷങ്ങളുടെ ബിസിനസ് ആയിരുന്നു ഫലം മേടിക്കുക. ഈ പരീക്ഷാഭവനിൽ പല അണ്ണന്മാരും പിയൂണന്മാരും അറ്റൻഡർമാരും ഒക്കെ ഉള്ളവന്മാരെന്തോ ചെയ്യും, അവന്മാർ ഈ പാലക്കോളെ അധ്യാപകരെ നിന്ന് മേടിച്ചിട്ട് അന്ന് പിന്നെ എന്താണെന്നറിയോ, അവിടെ നിന്ന് ഒരു ഫോൺ കാണും. അവിടെ ഏതെങ്കിലും ഒരു ബൂത്തിൽ കയറി, നാട്ടിൽ ചിലപ്പോൾ ഒരു ഫോണായിരിക്കും, ആ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഈ നമ്പർ ഇങ്ങോട്ട് പറയും. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ ഇരുന്ന് എഴുതിയെടുത്തിട്ട് ഇത് നമ്മൾ 4 മണിയാകുമ്പോൾ കൊണ്ടുവന്ന് നമ്മുടെ ഇതിൻ്റെ അവിടോട്ട് ഒട്ടിക്കുന്ന തന്നെ എന്താ കാര്യം, ഒരു സ്കൂളിൻ്റെ അടുത്ത് തന്നെ 4 പാരലൽ കോളേജുകൾ കാണും. അത് 10ാം ക്ലാസ് തോറ്റവരെ പഠിപ്പിക്കുന്നുമുണ്ട്, അതിനൊപ്പം തന്നെ 10ാം ക്ലാസ്സുകാർക്ക് ട്യൂഷനുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആദ്യം ആരാണോ റിസൾട്ട് കൊണ്ടുവരുന്നത് അവനാണ് രാജാവ്. അപ്പുറത്തെ പിന്നെ പാരലൽ കോളേജ് പഠിക്കുന്നവർ ഉടനെ ഇപ്പുറത്തോട്ട് പോകും. ഈ പാരലൽ കോളേജ് അടിസ്ഥാനമാക്കി ഒത്തിരി സിനിമകളും വന്നിട്ടുണ്ട്. അപ്പം അതൊരു രസമുള്ളവര് പാരലൽ കോളേജ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ള നമുക്കറിയാം, നമ്മൾ പഠിക്കാൻ പോയിട്ടുണ്ട് അവിടെ. നല്ല രസമുള്ള പരിപാടിയാണ്. നമ്മുടെ ഈ ഒരു പരമ്പരാഗത വിദ്യാഭ്യാസം എങ്ങനെയാണ്, പ്രീ ഡിഗ്രി, SSLC, പ്രീ ഡിഗ്രി, ഡിഗ്രി കഴിഞ്ഞ് നേരെ അടുത്ത പാരലൽ കോളേജിലോട്ട് കയറുകയാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ടാണ് ജേർണലിസം പഠിക്കുന്നത്, MA പഠിക്കുന്നതും ഒക്കെ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ അത് നമുക്ക് ഒരു വലിയ പോക്കറ്റ് മണിയാണ്. ഈ പണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ എങ്ങും പോകണ്ട, നമുക്ക് ഇത് സംബന്ധിച്ച് നമുക്കൊരു നല്ല വരുമാനമാണ്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു പണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസേഷൻ. അന്ന് ഈ ടാബുലേഷനും ഇതിൻ്റെ ഈ മാർക്ക് കൂട്ടുന്നതും ടാബുലേഷൻ ഇതെല്ലാം ഭയങ്കര വലിയൊരു പരിപാടിയാണ്. അതെല്ലാം മാനുവൽ അല്ലായിരുന്നു. ഇപ്പം ഡാറ്റ എൻട്രി ചെയ്യുന്നു, അപ്പം കയറ്റുന്നു, അത് അപ്പം തന്നെ അത് ഓക്കെ ആയിട്ട് വരുന്നു, എല്ലാം റെഡിയാണ്. അല്ല, പക്ഷേ ഇനിയിപ്പോൾ ഇത് എങ്ങനെ റിസൾട്ട് പ്രഖ്യാപിക്കും? അതാണ് അവിടെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് CBSE ആണ്, അല്ലേ? ഈ സിലബസ് എന്ന് പറയുന്നത് CBSE ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് CBSEയിലാണ്. ഈ CBSEയുടെ പരീക്ഷാഫലം നമ്മൾ ആരും അറിയത്തില്ല. ചിലപ്പോൾ പത്രത്തിൽ ഇന്ന് CBSE പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നു, പിന്നെ വെബ്സൈറ്റിൽ കാണും. ഉച്ചയാകുന്ന തന്നെ ആണ് നമ്മൾ കാണുന്നത് CBSE പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ആരാ? മന്ത്രിയാണോ? കേന്ദ്രമന്ത്രി വന്നിരുന്നാണോ പ്രഖ്യാപിക്കുന്നത്? അല്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണോ? അല്ല. അവിടുത്തെ ഉദ്യോഗസ്ഥരാണോ? ആരുമല്ല. പരീക്ഷാഫലം ഓട്ടോമാറ്റിക്കലി സൈറ്റിൽ വരികയാണ്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇവിടെ. അതെ, എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ വില ചോട്ടി പിടിക്കുന്നത് വാർത്തയൊക്കെയാണ്. കാരണം സർക്കാർ വരുന്നില്ല, സർക്കാരില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഇല്ല. ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി രാജ്ഭവനിലെ ലോക് ഭവനിൽ എന്തോ പുതിയ തസ്തിക കിട്ടി അവരങ്ങോട്ട് അവരങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ചാർജാണ്. അപ്പോൾ ചാർജുള്ള ആൾ പ്രഖ്യാപിക്കാമോ? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്നും സത്യപ്രതിജ്ഞ നടത്തി കിട്ടിയാൽ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് അയാളെ പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ മന്ത്രിയപ്പൂപ്പ നേരത്തെ പ്രഖ്യാപിക്കാൻ ചെയ്തു. മന്ത്രിയപ്പൂപ്പ ഇനി ഇറങ്ങും. കാരണം ഞാൻ അന്നേ പറഞ്ഞാണ് 15-ാം തീയതി ഞങ്ങൾ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇവരവസ്ഥ കണ്ടു. അല്ല, ഈ മന്ത്രിയപ്പൂപ്പനല്ല, തുടർന്ന് വരുന്നവരാണ്. ഈ ഒരു കീഴ്വഴക്കം ആദ്യം അവസാനിപ്പിക്കണം. ശരിക്കും പരീക്ഷാഫലം നിങ്ങൾ ഇന്ന ദിവസം ഉച്ചയാകുമ്പോൾ പരീക്ഷാഫലം അപ്ലോഡ് ചെയ്യും, നിങ്ങൾ സൈറ്റിൽ നോക്കിക്കോളുക. ഇപ്പോഴും നടക്കുന്ന അതാണല്ലോ. ആണല്ലോ. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് റാങ്ക് ഇല്ല.
മറ്റൊന്നുമില്ല. ഇപ്പൊ നടക്കുന്ന മുഴുവൻ ഗ്രേഡ് സിസ്റ്റമാണ്. ഇതിനകത്ത് ഇതിന്റെ കൂടെ അവസാനിപ്പിക്കേണ്ട മറ്റൊന്നുമുണ്ട്. ഫുൾ A+ കിട്ടിയ കുട്ടികളെ പടം പത്രങ്ങളിൽ കൊടുക്കുന്നു. ഞാൻ പ്രിന്റ് മീഡിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നയാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാര്യവും. മാത്രമല്ല നമ്മൾ പണ്ട് ഓർമ്മയില്ലേ നമ്മൾ റാങ്ക് കിട്ടിയ കുട്ടികൾ വീട് അന്വേഷിച്ച് പോകുന്നത്, അത് ഓക്കെയാണ്, അത് അന്നൊരു സ്റ്റോറിയാണ്. അത് അന്നത്തെ സമയത്തെന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. റാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യം 8 റാങ്ക് 10 റാങ്ക് എങ്ങാണ്ടേ ഉള്ളൂ. നമ്മൾ രാജു നാരായണ സ്വാമി ഉണ്ട്, അതിന്റെ റാങ്ക് കിട്ടി എനിക്ക് എല്ലാം ഒന്നാം റാങ്ക്, പത്രത്തിൽ എല്ലാം ഒന്നാം റാങ്ക്, SLC ഒന്നാം റാങ്ക്, പ്രീ ഡിഗ്രി ഒന്നാം റാങ്ക്, അത് കഴിഞ്ഞ് പഠിച്ചിടത്ത് എല്ലാം പുള്ളി ഒന്നാം റാങ്ക്. പിന്നെ സിവിൽ സർവീസിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മനോരമ പത്രം ഒരു റിപ്പോർട്ട് അവർ സമാഹരിച്ചിരുന്നു. രസമാണ്. ഈ ഒന്നാം റാങ്ക് കിട്ടിയ ആളൊക്കെ ഇന്ന് എവിടെയാണ്? അത് പലരും നല്ല, പക്ഷെ ചിലർ ഒന്നും ആവാതെ പോയ ആൾ, അത് എനിക്കൊരു അത്ഭുതം തോന്നിയത് കണ്ടപ്പോഴേ. അത് പണ്ട് ലോട്ടറി അടിച്ചവരൊക്കെ ഇപ്പൊ എവിടെ നിന്നും പറഞ്ഞൊരു പരമ്പര ചെയ്തിരുന്ന പോലെ. പരമ്പര ഒറ്റ ലോട്ടറി അടിച്ചവരെല്ലാം പിച്ചക്കാരോ 1 2 പേരോ മാത്രം മാനമര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, ബാക്കിയെല്ലാം അവർ കുത്തുവാള എടുത്തു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഇപ്പൊ നിലവിലുള്ള ഈ ഒരു സംവിധാനം A ഗ്രേഡ് ഫുൾ A+ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു വിഷയമേ അല്ല, ആർക്കും വേണേലും കിട്ടും. അല്ല, ഞാൻ പറഞ്ഞത് ഇനി അടുത്ത് വരുന്ന മന്ത്രിയെങ്കിലും ഇക്കാര്യത്തിൽ മര്യാദക്കുള്ള തീരുമാനം എടുക്കണം. മന്ത്രി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞാൽ പോരെ. പിന്നെ അല്ലാതെ അതിന്റെ ഇതിപ്പോ അവാർഡൊന്നും അല്ലല്ലോ, സിനിമ അവാർഡ് പോലെ നാടകീയതയിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാധനമല്ല ഇത്. ഈ SLC പരീക്ഷ ഫലം വരുമ്പം പോലും ഇപ്പൊ സമയം നീട്ടാൻ വേണ്ടി ചാനൽ ലൈവ് വരാൻ വേണ്ടി മന്ത്രിമാർ ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷൻകാർ തീയതി പ്രഖ്യാപിക്കാൻ പോലും ഇലക്ഷൻ തീയതി ആദ്യം അവർ കുറേ നേരം വേറെ കാര്യം സംസാരിക്കുമല്ലോ, വിശദാംശം. അതുപോലെയാണ് ഇതിന്റെ പരീക്ഷ ചെയ്ത് കുട്ടികളുടെ എണ്ണോ അങ്ങനെ ഇങ്ങനെ. ഇവിടെ ഈ പാവപ്പെട്ട കുട്ടികൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ അടിക്കാൻ തയ്യാറാക്കി, ഇത് ഓപ്പൺ ആകത്തില്ല. ഇല്ല, ഇത് ഈ പറഞ്ഞാലേ എൻട്രി കൊടുക്കാൻ പിന്നെ വരുള്ളൂ. അതാണ് ഇത്. ശരിക്കും SLC പരീക്ഷാഫലം ആ കൃത്യസമയത്ത് തന്നെ അത് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യുമായിരിക്കും. 15 പറഞ്ഞിരിക്കും. 15 വെള്ളിയാഴ്ച, നാളെ ബുധനാഴ്ചയായി, ബുധൻ വ്യാഴം നാളെ. അപ്പൊ മിക്കവാറും വെള്ളിയാഴ്ച ആയിരിക്കും സത്യപ്രതിജ്ഞ, അതോ അടുത്ത തിങ്കളാഴ്ചയാണോ? ഒന്നും ഏതായാലും ഈ ഉദ്യോഗസ്ഥന്മാർ ചവിട്ടി പിടിക്കുകയാണെങ്കിൽ നീണ്ടു പോകും. SLC പല പ്രഖ്യാപനം നീണ്ടുപോയി, മന്ത്രിസഭ രൂപീകരണം പോലെ. അല്ല, ഇവിടെ ഓൾറെഡി സർക്കാർ സംവിധാനങ്ങളെല്ലാം ചലിച്ചു തുടങ്ങി, റെഡിയാണ്. ഇവിടെ പിന്നെ പോലീസിലും ഒക്കെ സ്ഥലം മാറ്റവും മറ്റും എല്ലാം ആയി തുടങ്ങി. എല്ലായിടത്തും UDF അനുകൂലികൾ അല്ലെ കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള സന്നദ്ധ പിന്നെ സർവീസ് സംഘടനകൾ രംഗത്തിറങ്ങി അവർ ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ മന്ത്രിമാരൊന്നും വേണ്ട. ഈ കാശുണ്ടാക്കാനുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ മാക്സിമം കച്ചവടം നടത്തുന്നുണ്ട്. ഇല്ല, MLA-മാർ എത്രാന്ന് പറഞ്ഞാൽ കാത്തിരിക്കുന്നത്. എല്ലാ MLA-മാരും ആക്ഷനിലേക്ക് കടന്നു. അവരെല്ലാം ഇപ്പം ഓരോ MLA-മാരും പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പോലീസിനോ മറ്റു ഉദ്യോഗസ്ഥർക്കോ കഴിയില്ലല്ലോ. ഇതിപ്പം ഒരു സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ സത്യപ്രതിജ്ഞ എന്നുള്ളത്. അവർ ഓൾറെഡി MLA-മാരാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്താണെങ്കിലും ഈ SLC പിള്ളേരെ വലയ്ക്കരുത്. പരീക്ഷ ഇതിന് നമ്മൾ ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. ഒരിക്കലും മന്ത്രിമാരുടെ ഫലപ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. ഈ റിസൾട്ട് റെഡിയാകുമ്പോൾ CBSE ICSE മോഡലിൽ ആ റിസൾട്ട് പ്രസിദ്ധീകരിച്ചേക്കുക. അത് മാത്രമാണ് കുട്ടികളുടെ ആ ഒരു സ്ട്രെസ് അകറ്റുക, ടെൻഷൻ അകറ്റുക. രക്ഷകർത്താക്കൾക്കും ഇല്ല ടെൻഷൻ, പിന്നല്ലാതെ. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്.